അതുകൊണ്ടാണ് BJP-യുടെ സാധ്യത പറ്റേ പാലക്കാട് മണ്ഡലത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. അത് അത്ര എളുപ്പത്തിൽ സാധ്യമാകുന്ന കാര്യങ്ങളില്ല. അവരെ വോട്ട് ഫിക്സഡ് വോട്ടുകൾ അവിടെ ഉണ്ട്. ഒരു 2-3% വോട്ടിന്റെ വാൾവ് BJP-യിലേക്ക് ഓപ്പണായി പോയിട്ടുണ്ടോ എന്നുള്ളതാണ്. 13-ാം തീയതി തന്നെ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നെങ്കിൽ എല്ലാ മേഖലയിലും വളർച്ച കാണിച്ചപ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പിന്നോട്ടടിയാണ് കാണിക്കുന്നത്. പക്ഷെ പാലക്കാടായിരുന്നെങ്കിൽ അവർ ജയിക്കാൻ സാധ്യതയില്ലായിരുന്നോ? ശോഭാ സുരേന്ദ്രൻ തുടക്കത്തിൽ സ്ഥാനാർത്ഥി ആകണം എന്ന് ആഗ്രഹിച്ച് വലിയൊരു വിഭാഗം അവിടെ ഉണ്ടായിരുന്നു. സന്ദീപ് അല്ല ശരി, സുരേന്ദ്രനാണ് ശരി. അതെ, ഇവിടെ വോട്ട് എങ്ങനെ മാറുമെന്ന് ചോദിച്ചാൽ BJP-യും CPM-ഉം സരിനും കൂടി അങ്ങനെ രണ്ട് വലിയ അസ്വസ്ഥത അവിടെ നിലനിൽക്കുമ്പോഴാണ് നാടകീയമായി സന്ദീപ് വാര്യർ ഇങ്ങോട്ട് വരുന്നത്. സന്ദീപ് വാര്യരുടെ ഷിഫ്റ്റ് കൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടം എന്ന് പറയുന്നത് ചേലക്കരയിൽ 39,400 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കോൺഗ്രസ് മറികടക്കുന്നത്. ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഒരു മന്ത്രിയാണ് നഷ്ടപ്പെട്ടത്. ചേലക്കര എന്നുള്ളത് അങ്ങേയറ്റം ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും. നമസ്കാരം, ഷൂട്ടഡ് സൈറ്റിലേക്ക് സ്വാഗതം. 2020 ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നാദാപുരം സ്വദേശിയായ CP റാഷിദ് ഒരു പ്രവചനം നടത്തി. ഫലം പുറത്തു വന്നപ്പോൾ ആ പ്രവചനം കൃത്യമായിരുന്നു. അന്നു മുതൽ റാഷിദ് സോഷ്യൽ മീഡിയയിലെ തെരഞ്ഞെടുപ്പ് പ്രവാചകനായി മാറുന്നു. പിന്നീട് നടന്ന ഒട്ടുമിക്ക തെരഞ്ഞെടുപ്പുകളിലും കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം ഉപതെരഞ്ഞെടുപ്പുകളടക്കം ഒട്ടുമിക്ക തെരഞ്ഞെടുപ്പുകളെക്കുറിച്ചും റാഷിദ് പറഞ്ഞത് അതേപടി സാധിച്ചു. ആകെ പാളിച്ച പറ്റിയത് രണ്ടിടത്താണ്. ഒന്ന്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റാഷിദ് വിചാരിച്ചത്രയും വലിയ ഒരു മുന്നേറ്റം BJP-ക്കും NDA-ക്കും ഉണ്ടായില്ല. എന്നാൽ അധികാരത്തിൽ വരുന്നത് അവർ തന്നെയാണ് എന്നാണ് പറഞ്ഞത്. ഹരിയാന തെരഞ്ഞെടുപ്പിൽ ഫലം തെറ്റുകയും ചെയ്തു. റാഷിദ് അതിൻ്റെ കാരണങ്ങൾ നിരത്തുന്നു. ഒപ്പം പാലക്കാടും ചേലക്കരയിലും വയനാടും നാളെ എന്തായിരിക്കും ഫലം പുറത്തു വരാൻ പോകുന്നത് എന്ന് വിശദീകരിക്കുകയാണ്. നമസ്കാരം റാഷിദ്. നമസ്കാരം. പാലക്കാട് വളരെയേറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പം BJP വളരെ പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. അവസാന നിമിഷം അട്ടിമറി നടക്കുന്നു എന്നാണ് പത്രങ്ങളിലൊക്കെ വാർത്ത വരുന്നത്. അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. സന്ദീപ് വാര്യർ അങ്ങോട്ട് പോയത് BJP-ക്ക് ഗുണം ചെയ്തു, കോൺഗ്രസിന് തിരിച്ചടിയായി എന്ന് പറയുന്നുണ്ട്. അതുപോലെ അതേസമയം പാതിരാറയുടെ അടക്കമുള്ളത് കോൺഗ്രസിന് ഗുണം ചെയ്തു. ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇതിനെങ്ങനെയാണ് നിങ്ങൾ പാലക്കാട് തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആദ്യം നിങ്ങൾ ഇതിൻ്റെ ഫലത്തെക്കുറിച്ചൊരു നിഗമനത്തിലെത്തിയത് എങ്ങനെയാണ്? ഇതിൽ സാധ്യത എന്ന് പറയുന്നത് നമ്മൾ രാഷ്ട്രീയമായും ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളും മാറ്റി വെച്ചാലും ഇതിലെ വിഷയം BJP-യുടെ സാധ്യത എന്നത് നമ്മൾ പരിശോധിക്കുമ്പോൾ മുനിസിപ്പാലിറ്റിയിലെ വോട്ടാണ് അവർ നിർണായകമായിട്ട് വരുന്നത്. അവിടെയാണ് പ്രശ്നം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പും 2021 അസംബ്ലി തെരഞ്ഞെടുപ്പുമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 500 ആദ്യഘട്ടത്തിൽ 2021 6000-നടുത്ത് ലീഡ് മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിരുന്നത്. എന്തുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മോഡി തരംഗത്തിൽ സ്റ്റേറ്റിൽ മൊത്തം BJP വോട്ട് വളർച്ച കാണിച്ചപ്പോൾ മുനിസിപ്പാലിറ്റിയിലെ ലീഡ് എന്ന് പറയുന്നത് 500-ൽ അടുത്ത് നിൽക്കുകയാണ്? അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതാണ് ആദ്യമായി പരിശോധിക്കേണ്ടത്. 2024 BJP-ക്ക് കേരളത്തിൽ ഒരുപാട് വോട്ട് ഉണ്ട് താനും. ഒരുപാട് എല്ലാ മേഖലയിലും വളർച്ച കാണിച്ചപ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പിന്നോട്ടടിയാണ് കാണിക്കുന്നത്. അവിടെ പ്രത്യേകിച്ച് അപ്പോൾ നമ്മൾ അത് സ്വാഭാവികമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിലൊരു കാരണമായിട്ട് കാണുന്നത് വെച്ചാൽ മെട്രോമാൻ്റെ ഒരു വ്യക്തിപ്രഭ എന്നുള്ളതായിരിക്കണം 2021 കണ്ടത്. അതല്ല, അതിനപ്പുറമുള്ള വോട്ട് വളർച്ച നിലനിർത്താൻ കഴിയുമോ എന്നുള്ളതാണ് നാളത്തെ റിസൾട്ടിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഘടകം. പിന്നീട് താങ്കൾ ചോദിച്ച സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി സന്ദീപ് വാര്യരുടെ ചാഞ്ചാട്ടത്തോട് ഒരു രാഷ്ട്രീയ നേതാവ് മറ്റൊരു രാഷ്ട്രീയ ചേരിയിലേക്ക് എളുപ്പത്തിലുള്ള ഷിഫ്റ്റ്, ഒരു പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള കാരണങ്ങൾ വ്യക്തമാക്കാതെ പോകുന്ന അത് സരിനായാലും സന്ദീപ് വാര്യരുടെ വ്യക്തിപരമായി താല്പര്യമില്ല. പക്ഷേ സന്ദീപ് വാര്യരുടെ ഷിഫ്റ്റ് കൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടം എന്ന് പറയുന്നത് ഈ സന്ദീപ് വാര്യർ BJP-യിൽ നിന്ന് അവിടെ നിൽക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പം രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാവും. അത് ഒന്ന് നേരെ മാർജിനൽ അളവിലാണെങ്കിലും സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം അതിൽ ഈ വോട്ടിംഗ് കഴിയുന്നത് വരെ BJP-യിൽ തന്നെ ആയിരുന്നെങ്കിൽ കുറച്ച് ആളുകൾക്ക് സന്ദീപിനോട് ഒരു സഹതാപം ഉണ്ടായിരുന്നു. ആ സഹതാപം മാറി നിൽക്കുമായിരുന്നു വോട്ട്. ഇത് ഡയറക്റ്റായിട്ട് വോട്ടെണ്ണുന്ന അടുപ്പിച്ചിട്ടുള്ള ഒരു ഘട്ടത്തിൽ കോൺഗ്രസിലേക്ക് വന്ന് ലയിക്കുമ്പോൾ ഈ കോൺഗ്രസ് സെറ്റായ ടീം മൊത്തത്തിൽ അതിൻ്റെ ഒരു ഗ്രാവിറ്റി കൂടി നിൽക്കുമ്പോൾ ഈ സന്ദീപിന്റെ വരവോട് കൂടിയിട്ട് മറുഭാഗത്ത് BJP-ക്ക് കിട്ടിയ അത്തരത്തിൽ മാറി നിൽക്കപ്പെടുന്ന വോട്ടുകളെല്ലാം ഏകീകരിക്കപ്പെടുന്നു. ഈ തിരിച്ച് കോൺഗ്രസിൽ സന്ദീപ് എത്തുമ്പോൾ സന്ദീപിന്റെ കൂടെ വോട്ടുകൾ ഡയറക്റ്റ് ആയിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അതിനോടനുബന്ധിച്ച് കോൺഗ്രസ് ലീഡേഴ്സും
പറയുന്നത് എന്ന് പറയുന്നത് സന്ദീപിനെ ഇപ്പോൾ എടുക്കണം, അതില്ല. അതൊരു നെഗറ്റീവ് പൊളിറ്റിക്സ് ആണ് ഇവർ പറയുന്നത്. അത് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഏത് പാർട്ടിയുടെ ലീഡേഴ്സിനും അത്തരത്തിൽ സാഹചര്യത്തിൽ സന്ദീപിനെ പോലെ വലിയൊരു രീതിയിൽ അഡ്രസ് ഉള്ള ഒരാൾ വരിക എന്ന് പറയുമ്പോൾ സ്വീകരിക്കണം. അത് രാഷ്ട്രീയത്തിൽ ഏത് ചേരിയിലും എതിർ ചേരിയിലും നിൽക്കുക. പക്ഷെ അതിനനുസരിച്ചിട്ട് കെ മുരളീധരനെ പോലെയുള്ള നേതാക്കന്മാർ നെഗറ്റീവ് കമന്റ്സ് കൊടുക്കുന്നതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി. അത്തരത്തിലുള്ള കമന്റ്സുകൾ കൊടുക്കരുത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ആ തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഫൈറ്റിംഗ് മൂഡിൽ നിൽക്കുമ്പോൾ അങ്ങനെയുള്ള കമന്റുകൾ അത് വലിയ നിരാശ ഉണ്ടാകും ഈ വോട്ടിംഗ് സിസ്റ്റത്തിൽ. ഈ സന്ദീപ് വന്നതുകൊണ്ട് കോൺഗ്രസ് എന്തെങ്കിലും ഗുണം ഉണ്ടായോ? കോൺഗ്രസ് അതൊരു മെന്റലി ഒരു ഫിറ്റാവും, ആളുകൾക്ക് ഒരു ആവേശമാണ്. സമീപകാലത്തൊന്നും കോൺഗ്രസ് നിന്ന് BJP-യിലേക്ക് പോവുക എന്നല്ലാതെ ഇത്രയും ഒരു സ്റ്റേറ്റ് കമ്മിറ്റിയിൽ അംഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് സന്ദീപിനെ പോലെ ഒരാൾ. അതേപോലെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് അപ്പുറത്തേക്ക് വലിയ ടെലിവിഷൻ ചാനലുകളിലൂടെ നിറഞ്ഞു നിൽക്കുന്ന സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഫോളോവേഴ്സ് ഉള്ള ഒരാൾ മറുചേരിയിലേക്ക് വരിക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലുണ്ട്. പക്ഷേ വോട്ടിന്റെ ലെവലിൽ അത് പാലക്കാട് ഒരു ചലനം സൃഷ്ടിക്കുന്നില്ല. നേരെ മറിച്ച് പ്രതികൂലമായിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലമാവില്ല. എൻ്റെ ചോദ്യം ഞാൻ മനസ്സിലാക്കുന്നത് BJP-ക്ക് പാലക്കാട് 2 പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തെ പ്രശ്നം ഈ സന്ദീപ് വാര്യരടക്കം ശോഭാ സുരേന്ദ്രനടക്കം ഈ BJP-യിലെ മോഡറേറ്റ് ആയിട്ടുള്ള ജനകീയരായിട്ടുള്ള ആളുകളെ അകറ്റി നിർത്തുന്ന ഒരു സംസ്ഥാന നേതൃത്വത്തോടുള്ള എതിർപ്പ്. സുരേന്ദ്രനടക്കമുള്ള സംസ്ഥാന നേതൃത്വം ബോധപൂർവം ഇവരെ ചവിട്ടി താഴ്ത്തുന്ന എതിർപ്പാണ് ഒരു വശത്ത്. അതിൻ്റെ ഒരു അസ്വാരസ്യം മൊത്തത്തിൽ BJP-യിൽ സംസ്ഥാനത്തുള്ളത് പാലക്കാടുണ്ടായിരുന്നു. 2, പാലക്കാട് പിടിമുറുക്കിയിരിക്കുന്ന നേതാവാണ് കൃഷ്ണകുമാർ. അപ്പോൾ ഈ പാലക്കാട് കൃഷ്ണകുമാറിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും സമ്പൂർണ്ണ നിയന്ത്രണത്തിലാണ് പാലക്കാട് BJP. അതിൽ മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ തികച്ചും അതൃപ്തരാണ്. അപ്പോൾ ഈ കൃഷ്ണകുമാർ തോറ്റാൽ മാത്രമേ ഞങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്ന് കരുതുന്ന ഒരുപാട് നേതാക്കളെ കൗൺസിലർമാരടക്കം പാലക്കാടുണ്ട്. അങ്ങനെ ഈ 2 വലിയ അസ്വസ്ഥത അവിടെ നിലനിൽക്കുമ്പോഴാണ് നാടകീയമായി സന്ദീപ് വാര്യർ ഇങ്ങോട്ട് വരുന്നത്. ഈ സന്ദീപ് വാര്യർ ഇങ്ങോട്ട് വരുമ്പോൾ ഒന്നും സംഭവിച്ചത് മറ്റേത് നിലനിൽക്കുന്നു. ഒന്ന് സംഭവിച്ചത് സന്ദീപ് വാര്യരോടുള്ള പിന്തുണയുടെ ഭാഗമായി തെരഞ്ഞെടുപ്പിന് വിട്ടുനിന്നിരുന്ന സംസ്ഥാന നേതൃത്വത്തോട് എതിർപ്പുണ്ടായിരുന്ന തോറ്റുപോകട്ടെ എന്ന് കരുതിയിരുന്നവരൊക്കെ സന്ദീപ് അല്ല ശരി, സുരേന്ദ്രനാണ് ശരി. അതെ, അതുകൊണ്ട് ഒരു ഐഡിയോളജിക്കലി അവർ ഏകീകരിക്കപ്പെടുകയാണ് ചെയ്തത്. BJP-യുടെ ഐഡിയോളജിയിൽ അനുഭാവമുള്ള ആളുകളെ എല്ലാം ഏകീകരിക്കുന്ന ഒരു നീക്കമായി മാറി എന്നുള്ളതാണ് അതിൽ. അപ്പം നഷ്ടപ്പെടാനിരിക്കുന്ന വോട്ട് കിട്ടത്തില്ലേ? അത് ഇടതുപക്ഷത്തിന് കിട്ട BJP-ക്ക് കൂടുതൽ വോട്ട് കിട്ടത്തില്ല, അവർക്ക് നഷ്ടപ്പെടുമായിരുന്നു. ചിലപ്പോൾ അത് വോട്ട് എണ്ണം എടുത്തു കഴിഞ്ഞാൽ 1000-2000 വോട്ട് ആ രീതിയിൽ അത്രേ കാണത്തുള്ളൂ. അത് BJP എന്ന് പറയുന്നത് മറ്റൊരു രീതിയിൽ സംഘടിക്കപ്പെട്ട ആൾക്കൂട്ടമല്ല. അത് അവരുടെ സംഘബോധം എന്നുള്ള ഒരു ഫാക്ടർ ഉണ്ടല്ലോ. അപ്പൊ അതിൽ നിന്നും വലിയ രീതിയിൽ വിട്ടുമാറി നിൽക്കില്ല. അത് ഒരു ചെറിയ മൈന്യൂട്ടായ ഒരു ഏരിയ ഉണ്ടാവുള്ളൂ. അതേസമയം മറ്റൊരു ഭാഗം, ഞാൻ മുമ്പ് പറഞ്ഞ 2ാമത്തെ ഭാഗം എന്ന് പറയുന്നത് കൃഷ്ണകുമാറിന്റെ എതിർപ്പുള്ളതുകൊണ്ട് മാറി നിൽക്കുന്നവരുണ്ട്. അവരുടെ എതിർപ്പ് കൂടത്തേ ഉള്ളൂ. ഞാനിപ്പോൾ ഇന്നലെ നമ്മളിപ്പോൾ മുനിസിപ്പാലിറ്റി കുറച്ച് വോട്ട് കൂടിയല്ലോ മറ്റേ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പം ഞാൻ വിലയിരുത്തുന്നതും ഞാൻ പലരോട് ചോദിച്ചപ്പോൾ ആളുകൾ പറഞ്ഞിരുന്നതും ഈ സന്ദീപ് വാര്യർ കാണിച്ച ആ ചതിയോടുള്ള ഒരു വലിയ വികാരം BJP-യിൽ ഏകീകരിച്ചാണെന്നാണ്. പക്ഷെ ഇന്ന് രാവിലെ എന്നോട് അവിടുത്തെ പാലക്കാടുള്ള ഒരാൾ പറഞ്ഞത് അങ്ങനെ തീർത്ത് പറയാൻ പറ്റത്തില്ല. കാരണം ഈ ഇങ്ങനെല്ലാം കൂടെ ഒന്ന് കൃഷ്ണകുമാർ ജയിച്ചാലോ എന്നോർത്ത് കൃഷ്ണകുമാർ തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന BJP-ക്കാരെല്ലാം കൂടെ വന്ന് വോട്ട് ചെയ്താവാന്നും പറഞ്ഞു. ആ സാധ്യത ഉണ്ട് അവിടെ. അത് ആ സാധ്യത നിലനിൽക്കുന്നുള്ള ഇത് നമ്മൾ വോട്ടിന്റെ എണ്ണത്തിലേക്ക് നമ്മൾ ഷാർപ്പായിട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ ഇത്തരം വിഷയങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ പോകുന്നത്. ഇതിൽ ഈ പറഞ്ഞ വിഷയം, നിങ്ങൾ പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടതാണ്. ശോഭാ സുരേന്ദ്രൻ തുടക്കത്തിൽ സ്ഥാനാർത്ഥി ആകണം എന്ന് ആഗ്രഹിച്ച വലിയൊരു വിഭാഗം അവിടെ ഉണ്ടായിരുന്നു. അതിന് അവരുടേതായ വോട്ട് കണക്കിൽ ശോഭാ സുരേന്ദ്രൻ എല്ലാ കാലത്തും ആ രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. പല മണ്ഡലങ്ങളിലും ശോഭാ സുരേന്ദ്രൻ ഒരു 15,000 വോട്ട് ആ ഒരു നോർമൽ റേഞ്ചിൽ നിൽക്കുന്ന മണ്ഡലങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ പോയി മത്സരിച്ചിട്ട് 30,000-ന് മേലേക്കാണ് ശോഭാ സുരേന്ദ്രൻ ഒറ്റയടിക്ക് ഇരട്ടിയാക്കുന്നത്. അപ്പൊ പിന്നെ 2ാം ഘട്ടം കഴിഞ്ഞ് 3ാം ഘട്ടത്തിൽ ഒരു ഫിനിഷിംഗ് എന്നുള്ള ഘട്ടം എത്തുമ്പോൾ ശോഭാ സുരേന്ദ്രന് BJP-യിൽ സീറ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ് ആ ശോഭാ സുരേന്ദ്രൻ രീതി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിന്റെ വലിയ വിമർശനം. അതിലൊരു മെറിറ്റുള്ള ഒരു വിമർശനം കൂടിയാണ് അത്. എന്താ വെച്ചാൽ ഫൈനൽ സ്റ്റേജിൽ ഒരു 35,000 വരെ ശോഭാ സുരേന്ദ്രൻ എത്തിക്കുന്ന മണ്ഡലങ്ങൾ, അത് അസംബ്ലിയിൽ, ലോക്സഭയിൽ അതേ രീതിയിൽ പാറ്റേണിൽ വലിയ രീതിയിൽ വളർച്ച കാണിക്കുന്നു. എന്നാൽ 3ാം ടേമിൽ ഇപ്പൊ പാലക്കാട് കൊടുക്കുന്നില്ല. അതേപോലെ ആ തരത്തിൽ പിന്നീട് ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പോയി. ആലപ്പുഴയിലേക്ക് ആറ്റിങ്ങിൽ തന്നെ മത്സരിക്കുന്നില്ല ശോഭാ സുരേന്ദ്രന്റെ ആ രീതി. പിന്നെ ഏതൊരു പാർട്ടിന്റെ ഇന്റർണൽ സബ്ജക്ട് ആണ് അത്. നമ്മൾ പുറമെ നോക്കുമ്പോൾ ആ ഒരു വിഷയം കാണും. പാലക്കാടായിരുന്നെങ്കിൽ അവർ ജയിക്കാൻ സാധ്യതയില്ലായിരുന്നോ? പാലക്കാടാണെങ്കിൽ ഈ ശോഭാ സുരേന്ദ്രന് ഈ നിലവിലെ ഇതിനേക്കാൾ കുറച്ചുകൂടി സാധ്യത ഉണ്ടായിരുന്നു. നാളെ രാവിലെയാണ് വോട്ടുണ്ടെന്ന്, അതുകൊണ്ട് അതിൽ വലിയ രീതിയിലുള്ള സ്കോപ്പില്ല ചർച്ച. ഓക്കെ, അപ്പം ഞാൻ ചോദിക്കേണ്ടത്, അപ്പം പാലക്കാട് വേറെ എന്തെല്ലാം അടിയൊഴുക്കുകളാണ് സംഭവിച്ചത്? ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച മറ്റു ഘടകങ്ങൾ ഏതൊക്കെയാണ് പാലക്കാടിനെ?
പാലക്കാടിൽ പാലക്കാടിന്റെ റിസൾട്ട് ഇപ്പം 1,40,000 അടുത്താണ് വോട്ട് ചെയ്യപ്പെട്ടത്. ഇവിടെ വോട്ട് എങ്ങനെ മാറുമെന്ന് ചോദിച്ചാൽ BJPയും CPM സരിനും കൂടി രണ്ട് ടീമും കൂടി 80,000 വരെ മാക്സിമം പിടിക്കും എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് പിടിക്കുകയാണെങ്കിൽ അവർക്ക് ചാൻസ് കൂടുന്നുണ്ട്. 80,000 മീൻസ് ഒരു 45,000-48,000 വരെ BJP. 128 നടന്നേ തോന്നുന്നല്ലേ? 128 തോന്നുന്നു വോട്ടിംഗ് നടന്നത്. 38 അപ്പം ഒരു 80,000 ഉള്ളിൽ ഈ BJPയും CPM വോട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു കൃത്യമായ ഒരു മെജോറിറ്റിയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനുള്ള നല്ല സാധ്യതയുണ്ട്. ആ രീതിയിൽ വരും എന്നുള്ളത് തന്നെയാണ് എന്റെയും ഒരു അനുമാനം. ബാക്കിയുള്ള കാര്യങ്ങൾ നാളെ വോട്ടുണ്ടായി. അല്ല, എന്നാലും നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എങ്ങനെ ആവാം ഇപ്പോഴത്തെ ഒരു ലാസ്റ്റ് വിലയിരുത്തലിൽ പാലക്കാട് ഫലത്തിന്റെ സാധ്യത എങ്ങനെയാണ്? ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഇപ്പം വിലയിരുത്തുന്നത് എങ്ങനെയാണ്? പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം 1,40,000 അടുത്താണ് പോൾ ചെയ്യപ്പെട്ട വോട്ടുകൾ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിൽ ഒരു 80,000 അടുത്ത് BJPയും CPMന്റെയും കൂടി വോട്ട് നിന്ന് കഴിഞ്ഞാൽ ബാക്കി വരുന്ന വോട്ട് മേജർ ഷെയർ രാഹുൽ മാങ്കൂട്ടത്തിൽ വരാനുള്ള നല്ല സാധ്യതയുണ്ട്. അതായത് 50,000 മേലേക്കുള്ള വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിക്കുമ്പോൾ കൃത്യമായ ഒരു വോട്ട് എണ്ണം കൊണ്ട് ഒരു 5,600 മുതൽ 9,500 ആ റേഞ്ചിലേക്ക് വോട്ട് വരും. ലീഡോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് 10,000 താഴെ 10,000 മേലേക്ക് വോട്ട് പോകുക എന്ന് പറയുന്നത് സരിൻ കീപ്പോട്ട് പോകണം. സരിൻ തീരെ കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചതിൽ നിന്ന് ഒരു 5% താഴെ വോട്ട് താഴോട്ട് പോയാലേ ആ സാധ്യത. അല്ല, അപ്പം ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത്, ഈ 10,000 വരെ പ്രതീക്ഷിക്കുമ്പോഴും ഈ അവസാന നിമിഷം ഉണ്ടായ സന്ദീപ് വാര്യരുടെ പോക്കടക്കമുള്ള ആ ഷിഫ്റ്റുകൾ ഈ BJPക്ക് അനുകൂലമാവുകയും മുമ്പിലേക്ക് കയറി വരാൻ സാധ്യത ഇല്ലെന്നാണ് കാണുന്നത്. BJPന്റെ സാധ്യത പ്രധാനമായിട്ട് നിലനിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ആ വോട്ടെങ്കിലും നിലനിർത്തി അതിനുശേഷം ഉണ്ടാകുന്ന ഒരു ഡെവലപ്മെന്റ്സ് വെച്ചിട്ടാണ് BJPയുടെ സാധ്യത പറ്റേ പാലക്കാട് മണ്ഡലത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. അത് അത്ര എളുപ്പത്തിൽ സാധ്യമാകുന്ന കാര്യങ്ങൾ. അവരെ വോട്ട് ഫിക്സഡ് വോട്ടുകൾ അവിടെ ഉണ്ട്. 44,000-45,000 ഫിക്സഡ് വോട്ടുള്ള ഒരു മണ്ഡലം തന്നെയാണ്. അപ്പോൾ അതിനപ്പുറം എത്രത്തോളം BJPയുടെ പ്രത്യേകിച്ച് പിന്നെ ഉപതെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ BJP എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും പിന്നോട്ട് പോവുകയാണ്. സമീപകാലത്ത് നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും രാധാകൃഷ്ണൻ മത്സരിച്ച കഴിഞ്ഞ തൃക്കാക്കരയായിരുന്നു. തൃക്കാക്കരയിൽ വലിയ രീതിയിൽ 10% 6% രാധാകൃഷ്ണനെ പോലെ ആൾ മത്സരിച്ച് പോയത് കോട്ടയത്തിൽ. അതിലാകെ കൂടെ ഇതിപ്പോ ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2019 സംസ്ഥാനത്ത് 5-6 ഉപതെരഞ്ഞെടുപ്പാണത്. അതിൽ മഞ്ചേശ്വരത്തെ ലീഗിന്റെ MLA മരണപ്പെട്ടപ്പോൾ അവിടെ മത്സരിച്ചപ്പോൾ ഒരു നല്ല രീതിയിൽ BJP പിടിച്ചു നിന്നിട്ടുണ്ട്. ആ ഒരു രീതിയിൽ ഇവിടെ പിടിച്ചു നിൽക്കും. ജയപരാജയങ്ങളിൽ ഈ ഒരു കൺക്ലൂഷനിലാണ് ഞാൻ എത്തിയത്. അപ്പം നിങ്ങൾ ഇപ്പോഴും ഈ എന്തെല്ലാം ഷിഫ്റ്റ് വന്നാലും പാലക്കാട് ജയിക്കാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു? നിലവിൽ അങ്ങനെയാണ് എൻ്റെ വിശ്വാസം. അതിൽ മാറ്റം ഉണ്ടാകാൻ സാഹചര്യം ഒന്നും കാണുന്നില്ല. ആ രീതിയിലാണ് എൻ്റെ ഒരു ബോധ്യം. എൻ്റെ ഒരു അനുമാനം വെച്ചിട്ട് ആ രീതിയിലാണ് കാണുന്നത്. പ്രധാന ഘടകമായി മാറി പാലക്കാട് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച പ്രധാന ഘടകമായി മാറിയത് എന്താണ്? പാലക്കാട് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച പ്രധാന ഘടകം ശോഭാ സുരേന്ദ്രനായിരുന്നു BJPയുടെ സ്ഥാനാർത്ഥിയെങ്കിൽ ഈ ചിത്രം തന്നെ മാറുമായിരുന്നു. അത് ഒരു ഫാക്റ്റാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. പിന്നീടുണ്ടായ പല വിഷയങ്ങളും അവരുടെ ഉൾപാർട്ടി പ്രശ്നങ്ങളൊക്കെ പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. മറ്റു പാർട്ടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ഈ മൊത്തത്തിൽ ഏതെല്ലാം ഘടകങ്ങളാണ് ഇപ്പം രാഹുലിൻ്റെ വിജയത്തിലേക്ക് ഏതെല്ലാം ഘടകങ്ങളാണ് നിങ്ങൾ കാണുന്നത്? രാഹുലിന് പെട്ടെന്ന് ഈ 4,000 വോട്ടിന് ഭൂരിപക്ഷമായിരുന്നു ഷാഫിക്ക് ഉണ്ടായിരുന്നു. അത് കൂടാൻ ഈ പറയുന്ന 10,000 കൂടാനുള്ള കാരണം ഇത് പാലക്കാട് മത്സരം എന്ന് പറയുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റി പിരായിരി പഞ്ചായത്തുമാണ്. പിരായിരി പഞ്ചായത്തിലും ഭേദപ്പെട്ട നല്ല രീതിയിലുള്ള പോളിംഗ് നടന്നിട്ടുണ്ട്. പിരായിരി പഞ്ചായത്ത് പിന്നീട് ഈ പ്രധാനപ്പെട്ട നല്ലൊരു വോട്ട് ഷെയർ മുസ്ലിം കമ്മ്യൂണിറ്റിക്കും മൈനോറിറ്റി വിഭാഗത്തിനും അവിടെ ഉണ്ട്. അതിൽ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന വോട്ടുകൾ ഇപ്പോൾ തൃശ്ശൂരാണെങ്കിൽ മുരളീധരനും സുനിൽകുമാറിനും ഒരേപോലെ വിഭജിച്ചു പോയിട്ടുണ്ട്. ഇവിടെ ഈ സരിൻ എന്നുള്ള സ്ഥാനാർത്ഥി ആ രീതിയിൽ വോട്ട് പിടിക്കാനുള്ള ഒരു സാധ്യതയില്ല എന്നുള്ളതാണ്. ഈ സുപ്രഭാതത്തിലെ പരസ്യമൊക്കെ സുപ്രഭാതത്തിലെ പരസ്യം എന്ന് പറയുന്നത് അത് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു രീതിയാണല്ലോ പിണറായി വിജയൻ കുറെ കാലമായിട്ട് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എല്ലാ കാലത്തും നിലനിൽക്കണമെന്നില്ല. എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കാര്യം എല്ലാ കാലത്തും നിലനിൽക്കില്ല. നേരെ മറിച്ച് സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ളതാണ് നടപ്പിലാക്കേണ്ടത്. അതാവുമ്പോൾ കൂടുതൽ കാലം നിലനിൽക്കും. ഈ സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ ആ പത്ര പരസ്യത്തിന്റെ അടിഭാഗത്ത് കൊടുത്തത് ഒരു നേതാവിനോട് ഒരു രാഷ്ട്രീയ സംവിധാനത്തിനോട് പ്രയോഗിക്കേണ്ട രീതിയല്ല. മേലെ സരിൻ എന്നുള്ള പരസ്യമൊക്കെ കീഴ്ഭാഗത്ത് കൊടുത്തത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നില്ല. ഒരു അഡ്രസ് ഇല്ലാത്ത ആളുകൾ പോസ്റ്റ് ചെയ്യുന്ന കാർഡ് പോലെയുള്ള കാര്യങ്ങളാണ് ആ പരസ്യത്തിന്റെ ഭാഗം. അതൊന്നും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നില്ല. മുസ്ലിം കമ്മ്യൂണിറ്റി എന്നാ പിന്നെ സൈഡിൽ വോട്ട് ചെയ്തേക്കാന്ന് തോന്നത്തില്ല. ഈ കോൺഗ്രസ് ആ രീതിയിൽ ഈ വോട്ടെല്ലാം ഒരു നല്ല രീതിയിൽ മുന്നേ ഫിക്സ് ആയി നിൽക്കുന്നതാണ്. അതിനേക്കാൾ ഉപരിയായിട്ടുള്ള പല ഘടകങ്ങളും മറുഭാഗത്തുണ്ടാകും. ആ രീതിയിലുള്ള ഒരു പരസ്യം കൊണ്ടൊന്നും ഒരു ചലനം ഉണ്ടാകും. ഇനി ഏറെ നമ്മൾ നോക്കിയാൽ ഈ രണ്ട് പത്രങ്ങൾക്കും എത്ര ആളുകൾ വരിക്കാറുണ്ടാവും ആ പാലക്കാട് മണ്ഡലത്തിൽ? 1000 ആളുണ്ടാവോ? പത്രത്തിന്റെ പരസ്യം നമ്മൾ ചർച്ചയാക്കുന്ന അല്ല, മുസ്ലിം മാധ്യമമായിരിക്കും കൂടുതൽ. അവരെ തന്നെ എടുക്കാത്തായിരിക്കും ചിലപ്പോൾ ഈ പരസ്യം ആയിരിക്കും. കാരണം മാധ്യമത്തിലായിരുന്നില്ല കൂടുതൽ ഇഫക്റ്റീവ് ആയത്. അറിയാം, മാധ്യമമായിരിക്കും ഇവരെ കാണാൻ. മാധ്യമമായിരിക്കും, ഉറപ്പായിട്ടും മാധ്യമമായിരിക്കും.
ഈ സമസ്തയുടെ ആളുകൾ മാത്രമേ സുപ്രഭാതമാകത്തുള്ളൂ. ഈ സരിൻ എന്ന സ്ഥാനാർത്ഥി എങ്ങനെയാണ് വിലയിരുത്തുന്നത്? സരിൻ എന്ന സ്ഥാനാർത്ഥിയെ വിലയിരുത്തും വ്യക്തിപരമായ വിമർശനങ്ങളിലേക്ക് പോകും. സരിൻ എന്നുള്ളത് ഒരു തരത്തിലും നമ്മൾ കണ്ട് ശീലിച്ച ഒരു രാഷ്ട്രീയ രീതിയോട് ചേർന്ന് നിൽക്കുന്നില്ല. ആള് ഒരു ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത് എന്ന് ഒരു പിടിയും കിട്ടാത്ത രീതിയിലുള്ള പ്രതികരണങ്ങളും ആ രീതിയിലാണ് സരിൻ നടത്തിയിട്ടുള്ളത്. സരിൻ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ LDFന്റെ വോട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. ഞാൻ തലമുട്ടയടിക്കേണ്ടി വരും സരിൻ ജയിച്ച. അത് നിങ്ങൾ ഏറ്റവും സേഫായ ഒരു ഏരിയയിലാണ് നിങ്ങൾ പിടിച്ചത്. അതിനുള്ള ഒരു സാധ്യത അതിനടിയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ആരോ ഒരു കമന്റ് ഇട്ടിട്ട് തല ഞാൻ വെട്ടും എന്റെ സരിൻ ജയിച്ചിട്ടുണ്ടെങ്കിൽ. ഇതൊരു കോൺഗ്രസ് അനുഭവിയ ഒരാള് നിങ്ങൾ മൊട്ട അടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആള് പറഞ്ഞത് തല വെട്ടു എന്ന് പറഞ്ഞു. മൊട്ട അടിക്കല്ലോ, തലയെ വെട്ടു എന്ന് പറഞ്ഞു. അല്ല, അപ്പൊ ഞാൻ എന്തായാലും സരിൻ ജയിച്ച തലമുട്ടയടിക്കുന്ന പറഞ്ഞിരിക്കും. തലമുട്ടയടിച്ച് താടി മാറ്റുന്നത് ഞാൻ റെഡി ആയിരിക്കുവാണ്. അത് ആവശ്യം വരുന്നു തോന്നുന്നില്ല. ആവശ്യം വരുന്നില്ല. അപ്പൊ നമുക്ക് പാലക്കാട് നിങ്ങൾ അങ്ങനെ തന്നെ ഇപ്പോഴും അവസാന ദിവസം അട്ടിമറിയില്ല, വിജയം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ആയിരിക്കുമെന്ന് നിഗമനത്തിൽ നിങ്ങൾ എത്തുന്നു. നമുക്ക് നേരെ തീർച്ചയായിട്ടും പോവേണ്ടത് ചേലക്കരയ്ക്കാണ്. ചേലക്കരയിൽ 39,400 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കോൺഗ്രസ് മറികടക്കേണ്ടത്. അതെങ്ങനെ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ചേലക്കരയിലും രമ്യ ഹരിദാസിന് തന്നെയാണ് വിജയസാധ്യത. അതെങ്ങനെ നേടിയെടുക്കുമെന്നാണ് പറയുന്നത്? ചേലക്കരയെ നമ്മൾ എടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2019 ബൈ ഇലക്ഷൻസ് വന്ന മണ്ഡലങ്ങളുണ്ട്. നമ്മൾ അതുകൂടി പരിശോധിക്കണം. 2019 ബൈ ഇലക്ഷൻ നടന്ന ഒരു പ്രധാനപ്പെട്ട മണ്ഡലം അരൂരായിരുന്നു. ആലപ്പുഴയിൽ ഇതേ അവസ്ഥയായിരുന്നു. ഷാനിമോൾ ഉസ്മാൻ അന്നൊരു വനിതാ സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നു, ഇന്ന് രമ്യ ഹരിദാസ് പരാജയപ്പെടുന്നു. അന്ന് ആലപ്പുഴയിലെ പരാജയത്തിന് ശേഷം ബൈ ഇലക്ഷൻ നടന്ന AM ആരിഫ് MP ആയതോടുകൂടി അരൂരിൽ ബൈ ഇലക്ഷൻ നടന്നു. അരൂർ മണ്ഡലം അന്ന് 2 ടേം 2011 2016 AM ആരിഫ് പിടിച്ചു നിർത്തിയത് 52% വോട്ടോട് കൂടിയിട്ട്. അതായത് ലാസ്റ്റിൽ ആദ്യ 2011 15,000 മേലെ വോട്ടിനായിരുന്നു ജയിച്ചതെങ്കിൽ രണ്ടാമത് ജയിക്കുന്നത് 37,000 വോട്ടിനാണ്, ഏകദേശം അത്രത്തോളം വോട്ടിനാണ് ഈ ആരിഫ് ജയിച്ചത്. അത് കഴിഞ്ഞിട്ട് വന്ന ഈ ബൈ ഇലക്ഷൻസിൽ ഷാനിമോൾ ഉസ്മാൻ ആ മണ്ഡലം തിരിച്ചു പിടിച്ച ചരിത്രം ഈ കേരളത്തിലുണ്ട്. മണ്ഡലങ്ങൾ മാറുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള ഒരു കാര്യമല്ല. അതിന്റെ കാര്യം ആ ഒരു മണ്ഡലം വട്ടിയൂർക്കാവിലും അന്ന് കോൺഗ്രസ് സിറ്റിംഗ് MLA മത്സരിച്ച് വടകരയിലേക്ക് പോയി. അന്ന് അവിടെ സംഭവിച്ചത് എന്ന് പറയുന്നത് മുരളീധരൻ പോയതിനു ശേഷം അവിടെ മണ്ഡലം കൈമറിഞ്ഞു. അത് കൈമാറി ഇപ്പൊ 2 ടേമായി കോൺഗ്രസ് ആണ്, പ്രശാന്താണ് ജയിച്ചു വരുന്നത്. അതായത് പറഞ്ഞു ഈ ബൈ ഇലക്ഷൻസിന്റെ കാര്യത്തിൽ ജനങ്ങൾക്ക് ചില പ്രതിഷേധങ്ങളുണ്ട്. ആ പ്രതിഷേധമാണ് ബൈ ഇലക്ഷൻസ് 4% 5% വോട്ട് ഏത് രീതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണം നടത്തിയാലും വോട്ട് കയറാത്ത. അപ്പം വോട്ട് കയറാത്തതിന്റെ ഒരു കാരണം മാത്രമല്ല ഈ ബൈ ഇലക്ഷൻസിനോടുള്ള പ്രതികരണം. പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ നിലവിൽ നാളെ വോട്ടെണ്ണപ്പെടുന്ന ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഒരു മന്ത്രിയാണ് നഷ്ടപ്പെട്ടത്. മറ്റ് സ്ഥലങ്ങളിൽ MLA ആണ് നഷ്ടപ്പെട്ടതെങ്കിൽ മന്ത്രിയാണ് നഷ്ടപ്പെട്ടത്. അതേപോലെ ആ ഒരു ജാതിയിൽ നിന്നുള്ള ഏക മന്ത്രിയായിരുന്നു ഈ രാധാകൃഷ്ണൻ. ആ രീതിയിലുള്ള കാര്യങ്ങൾ കൂടി വരുമ്പോൾ ഈ പ്രവചനം എത്രത്തോളം ശരിയാവും എന്നുള്ളതല്ല, വലിയ രീതിയിലുള്ള മത്സരം അവിടെ നടന്നിട്ടുണ്ട്. ആകെ കൂടെ അവിടെ ഒരൊറ്റ കാര്യത്തിലെ പിടിച്ചു നിന്നത് LDF UDF മേൽ. അത് ഈ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ഇതിൽ മറ്റേ LDFന്റെ സ്ഥാനാർത്ഥിക്ക് കുറച്ചുകൂടി ഒരു വ്യക്തിപരമായ സ്വാധീനമുണ്ട് എന്നുള്ള വലിയ രീതിയിൽ മാധ്യമങ്ങളിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. ഈ ഒരു മേഖല മാറ്റിവെച്ചാൽ ഭരണവിരുദ്ധ വികാരം ഈ 2019 അപേക്ഷിച്ച് എത്രയോ ഉയർന്ന ലെവലിലാണ്. മറ്റെല്ലാ ഘടകങ്ങളും പ്രതികൂലമായി നിൽക്കുവാണ് നിലവിൽ ചേലക്കര മണ്ഡലത്തിൽ. ആ രീതിയിൽ വരുമ്പോൾ ചേലക്കര എന്നുള്ളത് അങ്ങേയറ്റം ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും. അത് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ ഈ രീതിയിലായിരുന്നു വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാൻ പറഞ്ഞത് ഒരു 4,000 ഉള്ളിലുള്ള റേഞ്ച് ആയിരുന്നു പറഞ്ഞത്. അത് കൃത്യമായി അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. അങ്ങനെ മറികടക്കാം അല്ലേ? മറികടക്കാം, മണ്ഡലങ്ങൾ ഏതും മറികടക്കാം. മണ്ഡലത്തിൽ ഈ പറയുന്ന ഈ ബൈ ഇലക്ഷൻസിന്റെ അത് നമ്മളിപ്പം പറയുന്നില്ല, പല സ്ഥലങ്ങളിലും പോളിംഗ് കുറയുന്നത്. പോളിംഗ് കുറഞ്ഞാലും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങളെ വോട്ടെല്ലാം ചെയ്തിട്ടുണ്ട് 3 മുന്നണി പോലെ. അത് സത്യമാണ്. അതിൽ ചെയ്യപ്പെടാതെ പോകുന്ന വോട്ട് എന്ന് പറയുന്നത് ഈ ന്യൂട്രൽ ലെവലിൽ നിൽക്കുന്ന ആളുകളുടെ വോട്ട്. അവർക്ക് ബൈ ഇലക്ഷൻസിന്റെ അത് ഭരണം മാറുന്നില്ല, അവരുടേതായ താല്പര്യങ്ങൾ ഒന്നും സംരക്ഷിക്കപ്പെടുന്നില്ല, വെറുതെ ക്യൂവിൽ നിൽക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ വോട്ട് ചെയ്യില്ല. അത്തരം വോട്ടുകൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ആ വോട്ട് അവരിലേക്ക് എത്തുന്നില്ല. കേഡർ രാഷ്ട്രീയ പാർട്ടികളുടെ ഫിക്സഡ് ആയിട്ടുള്ള വോട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ചെയ്തു പോകുന്നുണ്ട്. ഓക്കെ. അപ്പം ചേലക്കരയിലെ അൻവറിന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുമോ? അൻവറിന്റെ സ്ഥാനാർത്ഥി 1.5% മുതൽ 3% വരെ ഞാൻ അതിൽ കൊടുത്തത് എൻ്റെ ഓർമ്മ. അതിനപ്പുറത്തേക്കുള്ള ഒരു സാധ്യത ഒന്നും അൻവറിന്റെ സ്ഥാനാർത്ഥിക്കില്ല. അൻവറിന്റെ കാര്യം എന്നേക്കാൾ കൂടുതൽ താങ്കൾക്കായിരിക്കും പറയാൻ കഴിയുക. അൻവറൊന്നും കേരള രാഷ്ട്രീയത്തിൽ ആ രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. അവിടെ പ്രകടനം നടത്തിയ ആൾക്കൂട്ടത്തിന്റെ പ്രതികരണങ്ങൾ പോലും ഏത് രീതിയിലാണ് വന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ പാവം അമ്പൂക്ക അപ്രസക്തനാവുന്നതാണോ?
അംബൂഖ് അപ്രസക്തരായ അംബൂഖാന്റെ സ്ട്രെങ്ത് എന്നുള്ളത് ലെഫ്റ്റ് സൈബർ സ്പേസ് ആയിരുന്നു. അത് അവിടെ അത് പോയതോടുകൂടി അംബൂഖ് എന്നുള്ളത് നിങ്ങളുടെ പ്രയോഗമാണ്, എന്റെ പ്രയോഗം PV അൻവർ എന്നുള്ള രാഷ്ട്രീയ നേതാവ് പ്രസക്തി ഇല്ലാതായി മാറി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനൊന്നും പറയരുത്. ഞങ്ങൾക്ക് അമ്പൂക്കായില്ലാതെ ഞങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് നിങ്ങളെ ഏരിയയാണ്, ഞാൻ അതിൽ വലിയ രീതിയിൽ കക്ഷിയല്ല. അപ്പൊ അവിടെ എത്ര ഒരു 5000 വോട്ട് വരെ വേണേൽ പിടിക്കാം സാധ്യതയിൽ അതും പരിഗണിക്കപ്പെടാം. പിന്നെ ആ സ്ഥാനാർത്ഥിക്ക് സുധീറിന് അവിടെ ഇച്ചിരി ബന്ധം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? സുധീർ മുമ്പ് മത്സരിച്ചിട്ട് കോൺഗ്രസ്സുകാരനാണ്, അത്യാവശ്യം സാധ്യത. അതിന്റെ മെച്ചമുണ്ടാവും. പൊളിറ്റിക്കൽ ഫൈറ്റിൽ ആ രീതിയിൽ വോട്ട് വലിയ രീതിയിൽ കയറില്ല. ഈ 5000 താഴത്തുള്ള ഒരു സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഈ രമ്യ ഹരിദാസ് മാത്രമാണല്ലോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റത്. ഈ തോറ്റ ആ ഒരു തോൽവിയുടെ ഒരു ക്ഷീണം ഇതിനെ ബാധിക്കത്തില്ലേ? ചേലക്കര തെരഞ്ഞെടുപ്പിനെ ബാധിക്കത്തില്ലേ? നേരത്തെ നമ്മൾ മുൻകാല ചരിത്രത്തിൽ ഷാനിമോൾ ഉസ്മാൻ അതേ പാറ്റേണിൽ ജയിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. ഓക്കെ, പിന്നെ അതുകൊണ്ട് തന്നെ അത് കാര്യമാക്കേണ്ട, ഒരുപക്ഷെ അതിനേക്കാൾ മെച്ചപ്പെട്ട സാധ്യത ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കണം. പിന്നെ ഈ ചേലക്കരയിലെ മറ്റ് ഘടകങ്ങൾ, ഇപ്പം രമ്യ ഹരിദാസ് ഇപ്പം മറുനാടൻ അവരെ പിന്തുണച്ചു, അതുകൊണ്ട് അവർ വോട്ട് ചെയ്യും തോക്കും എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഒരു പാറ്റേൺ ആൾക്കാർ ആ രീതിയിൽ പല താല്പര്യം പ്രചരിപ്പിക്കുന്നുണ്ട്. അത് ഒരു നേരോ മാർജിനിൽ ലോക്സഭയിൽ ചിലപ്പം പ്രതികൂലമായ അനുകൂലമായി വന്നിട്ടുണ്ടാവാം. പക്ഷേ ഏതൊരു തെരഞ്ഞെടുപ്പ് ആ ഒരു ഫാക്ടർ ഈ തെരഞ്ഞെടുപ്പിലില്ല. ആ ഒരു ഫാക്ടർ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യില്ല. അതൊക്കെ അതിന്റെ വഴിക്ക് പോയി ഇപ്പോൾ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ആ മറുനാടൻ ആ വിഷയങ്ങളൊന്നും അത് ചുമ്മാ പറയുന്നത്. കാരണം ഞാൻ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഇവർ ഈ പറയുന്ന പോലെ ആണെങ്കിൽ മറുനാടിനെ ഏറ്റവും പരസ്യമായി പിന്തുണച്ച ശശി തരൂർ അടക്കം സുധാകരനടക്കമുള്ളവരെങ്ങനെ ഇത്തരം പുരുഷത്തിൽ ജയിച്ചേ? അന്ന് മറുനാടിനെ ഏറ്റവും പരസ്യമായി പിന്തുണച്ചത് ശശി തരൂറാണ്. മറുനാടിനെ എതിർത്തേ ഒരേ ഒരു കോൺഗ്രസ്സുകാരൻ മുരളീധരൻ തോറ്റുപോയി. ഇതൊക്കെ ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്നതല്ല, സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കുന്ന ഓളാണ്. അത് ഗ്രൗണ്ടിൽ എത്രത്തോളം സ്വാധീനിക്കുന്നുള്ളത് പറയാൻ കഴിയില്ല. അപ്പം രമ്യ ഹരിദാസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായ തോൽവി അതിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊണ്ടിട്ടുണ്ടായിരിക്കും. അവരൊരു പക്ഷേ അതനുസരിച്ച് വർക്ക് ചെയ്ത്. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കാനനുസരിച്ച് VP സജീന്ദ്രൻ്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായ പ്രചരണം അവിടെ ഒരു 3 മാസമായിട്ട് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മെച്ചമൊക്കെ ഉണ്ടാവുമെന്ന് കരുതുന്നു അല്ലേ? അത് പാലക്കാട്ടിലും ഈ ചേലക്കരയിലും നല്ല രീതിയിലുള്ള പ്രചരണം സമീപകാലത്തൊന്നും കാണാത്ത രീതിയിലുള്ള പ്രചരണം നടന്നിട്ടുണ്ട്. UDF രീതിയിൽ നമ്മൾ അങ്ങനെ കാണാത്ത രീതിയിൽ അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നല്ല രീതിയിൽ എഫേർട്ട് ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലും ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വലിയ പ്രാധാന്യമുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങളിലും 3 മണ്ഡലങ്ങളിൽ കോൺഗ്രസിൽ വിജയിക്കുകയാണെങ്കിൽ കോൺഗ്രസിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു VK ശ്രീകണ്ഠൻ, ഷാഫി പറമ്പിൽ, ഈ പറഞ്ഞ രീതിയിലുള്ള സജീന്ദ്രൻ, ഈ തരത്തിലുള്ള ഒരു തലമുറയുടെ ഒരു വലിയൊരു വിജയം തന്നെയായിട്ട് അത് കണക്കാക്കപ്പെടും. നേരെ മറിച്ച് ഈ 2 മണ്ഡലങ്ങളും പരാജയം സംഭവിക്കണം, ആ രീതിയിലുള്ള ചർച്ചകളും കോൺഗ്രസിൽ ഉയർന്നു വരാനുള്ള നല്ല സാധ്യത ഉണ്ട്. ഇത് കോൺഗ്രസ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു ചൂണ്ടുപലകയായി മാറാം അല്ലേ? ഇപ്പൊ ഇങ്ങനെ 3 വിജയിച്ചാൽ കോൺഗ്രസിന് അത് ഗുണകരം, ആത്മവിശ്വാസത്തോടെ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകാത്ത. പക്ഷേ ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പൊതുവെ ചിത്രം അതിനോടനുബന്ധിച്ച് വരുന്ന വിഷയങ്ങളാണ്. ഈ പൊതുവെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് തന്നെ നോക്കിയാൽ ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് ചർച്ചയായത്? പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഈ ബൈ ഇലക്ഷനിൽ ഒരു ഏരിയ എന്ന് പറയുന്നത് ഭരണകൂടത്തെയോ ഭരണത്തലവന്മാരെയോ ചർച്ചയിലേക്ക് വരാത്ത രീതിയിൽ പൊതിഞ്ഞു പിടിച്ച് മറ്റ് പല വിവാദങ്ങളും വിഷയങ്ങളുമാണ് ചർച്ചയാവുന്നത്. ആ രീതിയിൽ തെരഞ്ഞെടുപ്പിന് ദിവസം വരെ എത്തിക്കുക എന്നുള്ള രീതിയിൽ ഇടതുപക്ഷം വിജയിക്കുന്നുണ്ട്. മറുഭാഗത്ത് എന്തൊക്കെയാണ് ചർച്ച ചെയ്ത് ഗ്രൗണ്ടിൽ അവരെ സംബന്ധിച്ച് ബാധിക്കുന്ന ഒരു വിഷയങ്ങളും അവിടെ ചർച്ച ചെയ്തില്ല. പാലക്കാടിന്റെ പ്രാഥമികമായ പ്രശ്നങ്ങളിലേക്ക് വലിയ രീതിയിൽ ശ്രദ്ധ പോയിട്ടില്ല. മേജർ 90% വിവാദങ്ങളിലൂടെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പോയിട്ടുള്ളത്. അപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും ആ കാലത്തിന്റെ രാഷ്ട്രീയം, ആ കാലത്തിന്റെ പ്രസക്തി. ദിവ്യയുടെ അധിക പ്രസംഗം ഒരുപക്ഷെങ്കിൽ ഗുണം ചെയ്ത് കാണുമല്ലേ ഈ തെരഞ്ഞെടുപ്പിലെ? ദിവ്യയുടെ വലിയ രീതിയിൽ മാധ്യമങ്ങൾ ഘട്ടത്തിൽ 1-2 ആഴ്ചത്തോളം അത് ചർച്ചയായിട്ടുണ്ടായിരുന്നു. ദിവ്യയുടെ വിഷയം പിന്നെ പാലക്കാട് എത്തുമ്പോഴേക്കും കുറച്ച് മാറി നിന്നിട്ടുണ്ടായിരുന്നു, തുടക്കത്തിൽ ചേലക്കരയും വയനാട്ടിലും. ഇത് പക്ഷെ ആ വിഷയം ജനങ്ങളിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട്. വലിയ രീതിയിൽ ചർച്ച നടന്നപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നം, പ്രത്യേകിച്ച് ഈ ദിവ്യയുടെ പ്രശ്നം എന്ന് പറയുന്നത് ഭരണകൂടത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് പ്രതിഷേധം. ദിവ്യ കാണിച്ച രീതിയിലുള്ള പ്രകടനങ്ങൾ പല രാഷ്ട്രീയ നേതാക്കളും കാണിച്ചിട്ടുണ്ട്. പക്ഷേ ദിവ്യ എന്നുള്ളത് ദൗർഭാഗ്യവശാൽ ആൾ മരണപ്പെട്ടു പോയി. അതേപോലെ നവീൻ ബാബു മരണപ്പെട്ടു പോയി. അതേപോലെ ഭരണകൂടത്തോട് ചേർന്ന് നിൽക്കാൻ ബാധിച്ചപ്പെട്ട ആ രീതിയിൽ പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നത്തിന് ഒരു മനുഷ്യന്റെ വ്യക്തിപരമായി മനോവിഷമം ഉണ്ടാകുന്ന രീതിയിലേക്കുള്ള പ്രതികരണം നടത്തി എന്നുള്ളതാണ് ദിവ്യക്ക് പറ്റിയത്. 13-ാം തീയതി തന്നെ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നെങ്കിൽ രാഹുലിന് കുറച്ചുകൂടെ ഭൂരിപക്ഷം കിട്ടുമായിരുന്നോ? കുറച്ചുകൂടി സാധ്യത ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കായിരുന്നു അല്ലേ? കുറച്ചുകൂടി ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വയനാട്ടിലേക്ക് പോകാം. വയനാട്ടിൽ വലിയ തോതിൽ പോളിംഗ് കുറഞ്ഞു. എന്താണ് കാരണം? വയനാട്ടിൽ പോളിംഗ് കുറയാനുള്ള കാരണം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജയിക്കും എന്നുള്ളത്. ഇപ്പോൾ ഞാൻ അവിടെ LDFന്റെ വർക്ക് അവിടെ ഈ അരീക്കോട് ഭാഗത്തൊക്കെ വർക്കിൽ ഏർപ്പെടുന്ന ലെഫ്റ്റിന്റെ ആളുകളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞത് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ
വണ്ടിയിലൊക്കെ പ്രായമായ ആളുകളെ കൊണ്ടുപോയി വോട്ട് ചെയ്യിപ്പിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വിട്ട് ഞങ്ങൾ കണക്കെടുത്ത് നോക്കുമ്പോൾ ഈ പുള്ളി വരെ പോയിട്ട് പ്രിയങ്ക ഗാന്ധിക്കോ രാഹുൽ ഗാന്ധിക്കാണ് അവിടെ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു തമാശയായിട്ട് പറഞ്ഞ കാര്യമാണെങ്കിലും ആ തരത്തിൽ വീടുകളിൽ നിന്നും ആൾക്കാരെ എടുത്ത് കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കുന്ന ആ രീതിയിലേക്കൊന്നും ഒരു കഠിനാധ്വാനം ചെയ്ത് ആരും വന്നില്ല. BJP വന്നില്ല, CPM വന്നില്ല. നേരെ മറിച്ച് പ്രിയങ്ക ഗാന്ധി പോക്കറ്റുകളിലൊക്കെ പോയി പ്രസംഗിച്ചിട്ടുണ്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ചിട്ട്. അപ്പം ഈ പ്രത്യേകിച്ച് അവിടെയുള്ള പ്രിയങ്ക കോൺഗ്രസ് അനുകൂല വോട്ടുകൾ വലിയ രീതിയിൽ പോൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്ന് മനസ്സിലാകുന്നത്. പിന്നെ ഒരു കാര്യം വെച്ചാൽ പ്രവാസികൾ വലിയ രീതിയിൽ വന്നിട്ട് വോട്ട് ചെയ്യായിരുന്നു. രാഹുൽ ഗാന്ധി മോഡി മാറും എന്നുള്ളതാണല്ലോ എയിം. അപ്പോൾ അതിൽ ആ രീതിയിലുള്ള രാഷ്ട്രീയത്തെ സമീപിക്കുന്ന ആളുകൾ വലിയ രീതിയിൽ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. ആ രീതിയിലുള്ള വോട്ടിംഗ് ഇല്ല ഇപ്പം പ്രിയങ്ക ഗാന്ധി ജയിക്കും എന്നുള്ളൊരു കോൺഫിഡൻസിൽ ഇപ്പോൾ പോളിംഗ് കുറഞ്ഞതാണെന്നുള്ളതാണ്. അതുകൊണ്ട് ഭൂരിപക്ഷം കുറയാൻ സാധ്യതയില്ലേ? ഭൂരിപക്ഷം കുറയാൻ സാധ്യതയില്ല. ഈ വോട്ട് കുറഞ്ഞത് എൻ്റെ ഒരു കാഴ്ചപ്പാട്, ഞാനത് എൻ്റെ അടുത്തൊരു പ്രദേശം കൂടിയാണ് വയനാട്. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള കൂടുതലും ഈ BJPൻ്റെയും ഇതിൻ്റെ ലെഫ്റ്റിൻ്റെയും വോട്ടുകൾ പോൾ ചെയ്യപ്പെടാതെ പോയിട്ട് മറ്റതിനെ അപേക്ഷിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കിയത്. അതൊരു ഭൂരിപക്ഷം കുറയത്തില്ല, വലിയ രീതിയിലുള്ള കുറവ് സാധ്യതയില്ല. നേരെ മാർജിൻ ചെറിയ മാർജിൻ അങ്ങോട്ടും ഇങ്ങോട്ടും. രമ്യ ഹരിദാസ് മികച്ച സ്ഥാനാർത്ഥിയാണെന്നാണല്ലോ കേട്ടിട്ടുള്ളത്. സോറി, നവ്യ ഹരിദാസ് ഒരു യങ് BJP ഒരു പുതുമുഖം എന്നുള്ള നിലക്ക് കേട്ടിട്ടുണ്ട്. പക്ഷേ കെ സുരേന്ദ്രൻ തന്നെ മത്സരിച്ചിട്ട് വലിയ രീതിയിൽ 1,13,000 സുരേന്ദ്രനേക്കാൾ കൂട്ട് ശോഭാ സുരേന്ദ്രൻ പിടിക്കുന്നില്ല. അതുകൊണ്ട് സുരേന്ദ്രൻ ഒരു ഘടകമാവേണ്ട കാര്യമില്ല. സുരേന്ദ്രനും നവ്യ ഹരിദാസും തമ്മിൽ നോക്കുമ്പോൾ സുരേന്ദ്രൻ തന്നെയാണ് മുന്നിട്ട് നിൽക്കുക. അങ്ങനെ ഒരു ഫിഗറാണല്ലോ കെ സുരേന്ദ്രൻ. അത്രത്തോളം വോട്ട് പിടിക്കാൻ നവ്യ ഹരിദാസിന് പ്രത്യേകിച്ച് അതിലും ഒരു ഫാക്ടർ ഉണ്ട്. മോഡി കയറി വരും എന്നുള്ളൊരു BJP മൈൻഡിലുള്ള ആൾക്കാർ അതെല്ലാം കഴിഞ്ഞ്. അപ്പം നവ്യ ഹരിദാസ് 1,00,000 അടുത്തുള്ള വോട്ടിൽ നിൽക്കും എന്നുള്ളതാണ്. അപ്പം ഇനി ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തവണ ഹരിയാനയിൽ നിങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം തെറ്റിപ്പോയി. അതുപോലെ തന്നെ ദേശീയ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും ചില പശകളൊക്കെ പറ്റിയിരുന്നു. ഹരിയാനയിലെ പാളിച്ച എന്ന് പറയുന്നത്, ഹരിയാനയിൽ അത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വലിയ രീതിയിൽ മുന്നേറി. ആദ്യത്തെ 1.5 മണിക്കൂർ ഞാൻ 64 മുതൽ 71 വരെ സീറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ 72 സീറ്റ്, 71, 74 ആ റേഞ്ചിലായിരുന്നു വന്നിരുന്നത്. പിന്നീട് പെട്ടെന്നുള്ള മറിച്ചിലാണ് ഉണ്ടായത്. അതിൽ ഇലക്ഷന് ശേഷം നടന്ന വലിയ ദേശീയ തലത്തിലും നമ്മളെ സംസ്ഥാന തലത്തിലുള്ള മാധ്യമങ്ങളും പൊതുവിൽ അതുമായി വിലയിരുത്തിയ ആളുകളൊക്കെ അതിൽ ചർച്ച ചെയ്ത രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് EVMന്റെ ഭാഗമാണ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ റിബൽസ് പിടിച്ച വോട്ടുകളാണ്. ഈ റിബൽസ് പിടിക്കുന്ന വോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു രീതിയും പൊതുവെ രാജ്യത്തെ എക്സിറ്റ് പോൾ മൊത്തം ആ ഒരു ഹരിയാനയിൽ പാളിപ്പോയിട്ടുണ്ടായിരുന്നു. അതിൽ ആർക്കായാലും ഈ റിബൽസിന്റെ കാര്യത്തിൽ വലിയൊരു തരംഗം അവിടെ പ്രത്യക്ഷത്തിൽ ഉണ്ടായിരുന്നില്ല. റിബൽസിന്റെ കാര്യം നേരെ മറിച്ച് ഈ കോൺഗ്രസിന് വലിയ രീതിയിൽ ഹൈപ്പ് കൊടുക്കാനുള്ള കാരണം വെച്ചാൽ ഗ്രൗണ്ടിൽ ഞാൻ അവിടെ സത്യത്തിൽ BJPയുടെ ഒരു 20ഓളം സ്ഥാനാർത്ഥികൾ, അതായത് ലോക്സഭയിൽ എനിക്കൊരു പാളിച്ച പറ്റിയതുകൊണ്ട് വലിയ രീതിയിൽ ഒരു 1.5 മാസത്തോളം ഞാൻ എൻ്റെതായ രീതിയിലുള്ള എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 20ഓളം BJP സ്ഥാനാർത്ഥികളെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ ആ ഒരു രീതിയിൽ നമ്മൾ കണ്ട ആൾക്കൂട്ടം, നമ്മൾ എന്തൊക്കെ മെത്തേഡ് നമ്മുടെ പേഴ്സണലി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്, അതിലൊന്നിലും തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നില്ല. അവിടുത്തെ നേരെ മറിച്ച് അവിടെ ഉണ്ടായിരുന്ന ഭൂപേന്ദ്ര ഹൂഡ, ദീപേന്ദ്ര ഹൂഡ ഇവരുടെയൊക്കെ മീറ്റിങ്ങുകൾ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ കാണുമ്പോൾ അവിടെ ആ ലോക്കൽ ലീഡേഴ്സ് വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. അവരെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ റിസൾട്ട് റിബൽസ് പിടിച്ച വോട്ടിന്റെ കാര്യമാണ് ഒന്ന് ചർച്ചയാകുന്നത്. അത് കോൺഗ്രസിന്റെ ഇന്റേണൽ ഇഷ്യൂ ആണ്. അത് പ്രഡിക്ഷന്റെ രീതിയിൽ അത് മെത്തേഡ് നമുക്ക് പിടുത്തം കിട്ടത്തില്ല. പിന്നത്തെ വരുന്ന EVMൻ്റെതാണ്. EVMന്റെ കാര്യത്തിലും പലരും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ EVMനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ? EVMനെ കുറിച്ച് ഞാൻ വ്യക്തിപരമായി ഒരിക്കലും അത് മോശം സംവിധാനമാണെന്ന് പറയുന്നത്. പക്ഷേ ചില സംശയങ്ങൾ നിവാരണം നടത്തുക എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു പഴയ കാലത്ത് നമ്മൾ വോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം 6 മണിക്കുള്ള റേഡിയോയിലായിരുന്നു കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ കേട്ടിരുന്നത്, ഇത്ര ശതമാനം വോട്ട് മഹാരാഷ്ട്രയിൽ നടന്നു, ഇത്ര ശതമാനം വോട്ട് ബീഹാറിൽ നടന്നു. അത് ഇപ്പൊ കാണിക്കുന്നില്ല. അത് അടുത്ത ദിവസം കിട്ടുന്നില്ല. ഇപ്പൊ എല്ലാവിധ സാങ്കേതിക വിദ്യ ഉണ്ടായിട്ടു അടുത്ത ദിവസം കൊടുക്കുന്നില്ല ഇലക്ഷൻ കമ്മീഷൻ. തൊട്ടടുത്ത ദിവസം നടക്കില്ല. ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം വോട്ട് എണ്ണുന്നതിന്റെ തലേ ദിവസമാണ് കൊടുക്കുന്നത്. അത് മാത്രമല്ല, ഈ ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടിംഗ് മെഷീൻ പെർഫെക്റ്റ് ആണ് എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് ആണ്, ഈ വോട്ട് മൊത്തം രേഖപ്പെടുത്തിയ വോട്ടും പിന്നീട് എണ്ണി കൗണ്ട് ചെയ്യുമ്പോഴുള്ള വേരിയസ് ഡിഫറൻസ് അതിൽ വരുന്നത്. അപ്പോൾ അതിലൊക്കെ കൃത്യത വരുത്തുക എന്നുള്ളത് ജനാധിപത്യ വിഷയത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിൽ കാണുന്ന ആളുകൾക്കും രാജ്യത്തിന്റെ ജനാധിപത്യവും ഈ വോട്ടിംഗ് സിസ്റ്റവും ഗംഭീരമായ സുതാര്യമായി നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ മേഖലയിൽ ഒരു കൃത്യത വരുത്തുക എന്നുള്ളത് സർക്കാരും ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതാണ്. പിന്നീട് ഹരിയാന ഈ സംഭവിച്ച കോൺഗ്രസിന്റെ ഇന്റേണൽ വിഷയമാണ്. അവർ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ പഠനം നടത്തേണ്ട ഒരു മേഖല തന്നെയാണ്. ഹരിയാന റിസൾട്ട് എന്ന് പറയുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലായിരുന്നു. രാജ്യത്ത് റിപ്പബ്ലിക് TV വരെ കൊടുത്ത സർവേയിൽ ഈ രീതിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. വ്യക്തിപരമായി കഴിഞ്ഞ പ്രാവശ്യം ഉത്തർപ്രദേശിൽ സംഭവിച്ചത് എന്താണ് ദേശീയ തെരഞ്ഞെടുപ്പിൽ?
ഉത്തർപ്രദേശിലായാലും രാജ്യത്താകമാനമായാലും ഈ വലിയ രീതിയിൽ കേഡർ സ്വഭാവം കാണിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, അതിൽപ്പെട്ട ഒരു വലിയൊരു പാറ്റേണാണ് BJP ഫോളോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് തിരിച്ചടി നേരിടുക എന്ന് പറയുമ്പോൾ ഈ നമ്മളിപ്പോൾ ഗ്രൗണ്ടിൽ ആരും അത് പ്രകടമായി പറയും. നേരെ മറിച്ച് കോൺഗ്രസിനൊരു തിരിച്ചടി, കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഒരു തിരിച്ചടി വരുവാണെന്ന് വെച്ചാൽ ജനങ്ങളെ അടുത്ത് നേരെ പോയി നമ്മൾ അവരിൽ നിന്ന് അഭിപ്രായങ്ങൾ എടുക്കും. അവർ കൃത്യമായിട്ട് പറയും, ഡയറക്റ്റ് ആയിട്ട് പറയും ഞങ്ങൾക്ക് ഇന്ന് സർക്കാരിനോട് പ്രതികൂലമുണ്ട്. പക്ഷെ നേരെ മറിച്ച് BJPയുടെ ഒരു രീതിയിലും അതിന് ഭയപ്പെടുന്നുണ്ട്. അത് അണികളായാലും അതിൻ്റെ ഒരു സിസ്റ്റം അങ്ങനെയാണ്. ഇവിടുത്തെ ഒരു പരിധി ഇവിടുത്തെ CPM-നായാലും ആ രീതിയിലുള്ള ആളുകൾ അത് കൃത്യമായി പറയില്ല, പരസ്യമായി പറയില്ല, അവർ രഹസ്യമായി പോലും പറയാൻ ഭയപ്പെടുന്ന ആളുകളാണ്. ആ ഒരു രീതിയിലുള്ള പ്രശ്നമാണ് പൊതുവെ എക്സിറ്റ് പോളിൽ ആക്സിസ് ഇന്ത്യ വരെ പരാജയപ്പെടാൻ കാരണം എന്നുള്ളതാണ് എൻ്റെ ഒരു ബോധ്യം. എന്നാലും അതൊരു മോശമായി തീർന്നില്ലേ നിങ്ങളുടെ ഒരു കാൽക്കുലേഷൻ? ഇല്ല, അത് ഞാൻ തുടക്കത്തിൽ പല ചർച്ചകളിലും ഞാൻ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ രാജ്യത്തുള്ള മൊത്തം ലോക്സഭ പ്രവചിക്കുന്നുണ്ടോ എന്നുള്ളത്. അതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്ത് ആകമാനമുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. അതിൻ്റെ എത്രത്തോളം റിസ്ക് ഉണ്ട് എന്നുള്ളത് എന്നെ കേൾക്കുന്ന ആളുകൾക്കും എനിക്കും നല്ല ബോധ്യം ഉണ്ടാവണം. നമ്മൾ വളരെ ഗംഭീരമായിട്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം കടന്നുപോയി. എനിക്കിനി ചോദിക്കാനുള്ളൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ VD സതീശൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് എഞ്ചിനീയറിംഗ് ഗുണം ചെയ്തിട്ടുണ്ടോ, അതോ ഈ സന്ദീപ് വാര്യരെ കൊണ്ടുവന്നതിന് പേരിൽ എതിർപ്പ് പാർട്ടിക്കുള്ളിലൂടെ VD സതീശൻ്റെ റോൾ എന്താണ് ഇതിൻ്റെ അകത്ത്? എന്താണ് ഇനി വരാൻ പോകുന്നത്? എങ്ങനെ ബാധിക്കും സതീശൻ്റെ ലീഡർഷിപ്പ് സാധ്യത? അതായത് മുഖ്യമന്ത്രി കസേരയിലേക്ക് സാധ്യതയുള്ള ആളുകൾ ഒരാളാണ്. ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെ VD സതീശന്റെ ഈ സന്ദീപ് വാര്യർ കൊണ്ടുവന്ന ആ ടൈമിൽ ഏതൊരു ആളാണോ പാർട്ടിയെയും മുന്നണിയെ നയിക്കുന്ന ആൾ എടുക്കുന്ന തീരുമാനം തന്നെ അങ്ങനെ ഒരാൾ പ്രൊഫൈലുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ എടുക്കുക എന്നുള്ളത്. VD സതീശനായിക്കോട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിലായിക്കോട്ടെ, ഷാഫി പറമ്പിലായിക്കോട്ടെ, ഏതൊരു രാഷ്ട്രീയ നേതാവിന് ഒരു ഘട്ടം വരെയുള്ള വളർച്ച എന്ന് പറയുന്നത് സ്വന്തം പാർട്ടി അണികളിലൂടെയാണ്. രണ്ടാം ഘട്ടത്തേക്കുള്ള വളർച്ച എന്ന് പറയുന്നത് എതിരാളികളിലൂടെയാണ്. അത് നരേന്ദ്രമോദി എടുത്താലും ആരെടുത്താലും. ഇപ്പോൾ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിലിനെയും VD സതീശനെ വളർത്തുന്ന ഇടത് പ്രൊഫൈലുകളാണ്, ഇടത് രാഷ്ട്രീയ ചർച്ച ചെയ്യുന്ന ആളുകളാണ്. ആ രീതിയിലുള്ള ഒരു വളർച്ചയാണ് കാണിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഉപതെരഞ്ഞെടുപ്പ് സ്പെഷ്യലിസ്റ്റ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇപ്പോൾ 2 തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള മാർജിനൽ വിജയങ്ങൾ കൊണ്ടുവന്നതോടുകൂടി കോൺഗ്രസ് ചർച്ചയാണ്. ആ രീതിയിൽ VD സതീശൻ വലിയ രീതിയിൽ ഒരു മുന്നോട്ട് വരുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ VD സതീശനായാലും കെ സുധാകരനായാലും കോൺഗ്രസിന് ഒരു മുന്നിൽ നിൽക്കുന്ന നേതാവ് ഉണ്ടാവുക എന്നുള്ളത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് UDF-നെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു കാര്യം തന്നെയാണ്. സതീശനായിരിക്കുമോ മുമ്പിൽ നിൽക്കാൻ പോകുന്നത്? സുധാകരന് വയ്യല്ലോ. ഇത് കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ സാധ്യതകളാണ്. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലക്കുള്ള സാധ്യത ഒരു പടി മുന്നിൽ സതീശൻ തന്നെ സ്വാഭാവികമായി. എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി എങ്ങനെ വിലയിരുത്തുന്നു? ഇപ്പൊ പെട്ടെന്ന് പത്തനംതിട്ടയിൽ നിന്ന് പെട്ടെന്ന് ഇവിടെ വന്നു, മത്സരിച്ചു, ജയിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ പാലക്കാട് തന്നെ ഫോക്കസ് ചെയ്തു. ഇനി ആറന്മുളയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പം ഷാഫി ഇപ്പോൾ വളരെ ശക്തമായ ഈ MP ആകുക എന്ന് പറയുന്നത് മിടുക്കന്മാർക്ക് ഒരു പണിയാണ്. രാഹുൽ അപ്പോൾ MLA ആകാൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഒരു രാഷ്ട്രീയ ഭാവി എങ്ങനെ കാണുന്നു? രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ ഭാവിയുള്ള ഒരു രാഷ്ട്രീയ നേതാവായിട്ട് തന്നെയാണ് വളർച്ച കാണിക്കുന്നത്. വലിയ രീതിയിൽ ചർച്ചകളിലും മറ്റും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്നുള്ള നിലക്കൊക്കെ മുന്നോട്ട് വരുന്നത്. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട്ടെ വിജയം എന്നുള്ളത് അതിനിർണായകമാണ്. നാളത്തെ വോട്ടെണ്ണൽ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ തിരിച്ചു വരാനുള്ള സാധ്യത കാണുന്നുണ്ടോ പാലക്കാടേക്ക്? ആ ഒരു സാധ്യത, MP-മാർ നിയമസഭയിലേക്ക് മത്സരിക്കുക എന്നുള്ളത് കോൺഗ്രസിൽ സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് അവിടുത്തെ ഒരു 240ഓളം പ്രതിപക്ഷ MP-മാരിൽ അവരെണ്ണം കൂട്ടാൻ നോക്കുന്ന സാഹചര്യത്തിൽ MP-മാർക്ക് ഇങ്ങോട്ടേക്ക് മത്സരിക്കാനുള്ള അനുവാദം വളരെ കുറവായിരിക്കും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സാധ്യത എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നിലവിലെ സിറ്റുവേഷനിൽ വലിയ രീതിയിൽ പ്രശ്നമുണ്ട്. പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. CPM-ന്റെ വോട്ടുകൾ BJP-യിലേക്ക് ഷിഫ്റ്റ് ആവുന്ന ഒരു പ്രതിഭാസമുണ്ട്. അതിപ്പോൾ പാലക്കാട്ടെ ഈ സരിൻ്റെ കാര്യത്തിലും ഉള്ള ചർച്ചകൾ പ്രധാനമായി ഉയർന്നു വരുന്നത് സരിൻ സ്ഥാനാർത്ഥി ആയതോട് കൂടിയിട്ട് ഒരു 2-3% വോട്ടിന്റെ വാൾവ് BJP-യിലേക്ക് ഓപ്പണായി പോയിട്ടുണ്ടോ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് CPM-ന്റെ ഫിക്സഡ് വോട്ട് ബാങ്കിൽ ചോർച്ച ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിനോടനുബന്ധിച്ച് കാണുന്നത്. ആ ഒരു പാറ്റേൺ തുടരുകയാണെങ്കിൽ പാലക്കാട് BJP-ക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, നമ്മുടെ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും നിങ്ങൾ അത് ഫോളോ ചെയ്തില്ലേ? മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഞാൻ ഫോളോ ചെയ്തില്ല. പ്രത്യേകിച്ച് ഈ 3 മണ്ഡലത്തിലുള്ള ഒരു കാര്യങ്ങളെ പറ്റി നമ്മുടെ നാട്ടിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ള ഇടയ്ക്ക് മറ്റ് മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും. മഹാരാഷ്ട്ര നോക്കണ്ടല്ലേ? നിങ്ങൾ പൊതുവെ ദേശീയ തെരഞ്ഞെടുപ്പൊക്കെ നോക്കുന്നതാണ്. പക്ഷേ സമയത്തിന്റെ പരിമിതി നിങ്ങൾക്കറിയാം. ഇത് ഇത്ര എളുപ്പത്തിലുള്ള, ഇത് നല്ല രീതിയിൽ ഫോളോ ചെയ്യണം. വ്യക്തിപരമായ കാര്യമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഞാൻ നോക്കിയില്ല. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഞാൻ ശ്രദ്ധ കൊടുക്കും. അതിനെനിക്ക് നമ്മുടെ നാട്ടിൽ തന്നെ തെരഞ്ഞെടുപ്പുകളും ആ രീതിയിലുള്ള. എന്നാൽ ആശംസകൾ, പ്രാർത്ഥനകൾ, നിങ്ങളുടെ പ്രവചനങ്ങളൊക്കെ ശരിയായി വരട്ടെ എന്ന് പറയാം. ഓക്കെ, താങ്ക് യു.